ഓക്കെ, ഗുഡ് മോർണിംഗ്. താങ്ക് യു നിസ്രിയ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്കിപ്പോൾ യൂറിക് ആസിഡ് ഉള്ളവർക്കാണെങ്കിൽ കഴിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ യൂറിക് ആസിഡിനെ അവർക്ക് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ യൂറിക് ആസിഡ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും ഡെയിലി ബേസിൽ കഴിക്കേണ്ട ഒരു വെജിറ്റബിൾ ഒന്ന് ക്യുക്കുംബർ. അതിൽ നന്നായിട്ട് വാട്ടർ കണ്ടന്റും ഉണ്ട്, ഫൈബറും ഉണ്ട്. അതുകൊണ്ട് യൂറിക് ആസിഡ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ ബ്രൊക്കോളി, ക്യാപ്സിക്കം, ബീൻസ് വർഗ്ഗങ്ങൾ, ഇതെല്ലാം, അതേപോലെ വെണ്ടയ്ക്ക, വെജിറ്റബിൾസിൽ യൂറിക് ആസിഡ് ഉള്ള ഈ 4 സാധനങ്ങൾ മാറി മാറി ഓരോ ദിവസമായിട്ട് എടുക്കുക. എല്ലാ ദിവസവും ഇതെല്ലാം എടുക്കണമെന്നല്ല, പക്ഷെ കുക്കുംബർ എല്ലാ ദിവസവും എടുത്തോളൂ കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾ ഓരോ ദിവസവും മാറി മാറി എടുക്കുക. ഇനി അത് ഫ്രൂട്ട്സിലാണെങ്കിലോ, ഫ്രൂട്ട്സിൽ നമ്മുടെ സിട്രിക് ഉള്ളത് ഓറഞ്ച് നല്ലതാണ്. അതുപോലെ തന്നെ നാരങ്ങ നീര്, നാരങ്ങ എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളം കലക്കിയിട്ടൊന്നും ആരും കുടിക്കണ്ട. അത് നിങ്ങൾ സാലഡ് പോലെയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൽ നാരങ്ങ ഒഴിക്കുക. അതുപോലെ പേരയ്ക്ക നല്ലതാണ്, ഒരുപാട് പഴുക്കാത്ത പേരയ്ക്ക കഴിക്കുക. പിന്നെ ഏറ്റവും നല്ലൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക. ഡെയിലി 2 നെല്ലിക്കയെങ്കിലും കഴിക്കുക. യൂറിക് ആസിഡ് ഉള്ള ഒരാൾ കഴിക്കണം കേട്ടോ. അതേപോലെ തന്നെ അധികം പഴുക്കാത്ത പപ്പായ നല്ലതാണ്. ചെറി നമ്മുടെ നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന ചെറിയല്ല, മീൻസ് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പഞ്ചസാരയിൽ ഇട്ടെടുക്കുന്ന ചെറിയല്ല, അതിന്റെ പ്യൂർ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ചെറീസ് ആണെങ്കിൽ അതും കഴിക്കാം. അപ്പോൾ ഇതിലെല്ലാം വൈറ്റമിൻ സി നല്ല റിച്ച് ആയിട്ടുള്ളതാണ്. യൂറിക് ആസിഡ് ഉള്ള ഒരാളിനെ സംബന്ധിച്ച് വൈറ്റമിൻ സി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന അരി, നമ്മൾ എല്ലാവരും കൂടുതൽ ആൾക്കാരും കഴിക്കുന്നത് വൈറ്റ് റൈസ് ആണ് അല്ലെ. അപ്പൊ ആ വൈറ്റ് റൈസ് ഒഴിവാക്കിയിട്ട് അത് ബ്രൗൺ റൈസ് ആക്കുക. മട്ടയരി, അതല്ലെങ്കിൽ റെഡ് റൈസ്, ബ്ലാക്ക് റൈസ്, ഇതിലെല്ലാം നന്നായിട്ട് ഫൈബർ ഉണ്ട്. അപ്പൊ ആ അരി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഓട്സ് കഴിക്കുക, ഇടയ്ക്ക് ബാർലി കഴിക്കുക. ബാർലി വെള്ളം കാച്ചാൽ മാത്രമൊന്നുമല്ല, ബാർലിന്റെ അരി വാങ്ങിയിട്ട് നമുക്കത് കഞ്ഞി പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമ്മുടെ ഗോതമ്പ് കഞ്ഞി കുടിക്കുന്ന പോലെ തന്നെ ഒരു ഫീലാണ് കേട്ടോ ബാർലിൻ്റെത് ഉണ്ടാക്കല്. അതുപോലെ തന്നെ മില്ലറ്റ്സുകൾ, റാഗി, ബജ്ര, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എല്ലാ ദിവസവും വെള്ള അരി കഴിക്കുന്ന ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങൾ മാറി 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 ഉപയോഗിക്കാം ഓരോ ദിവസവും. പിന്നെ നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് നോർമൽ മിൽക്ക് യൂസ് ചെയ്യരുത്. സാധാരണ പാല് നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ആ പാലിൽ നിന്ന് കിട്ടുന്ന ലാക്ടോസ് നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ലോ ഫാറ്റ് മിൽക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പാലൊക്കെ ചേർത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് നമുക്ക് യൂസ് ചെയ്യാം, ഓട്സ് ഒക്കെ കാച്ചുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ലോ ഫാറ്റിന്റെ തൈര്, അതായത് നമ്മുടെ ഇതുണ്ടല്ലോ, സാധാരണ തൈരല്ല, അതല്ലാണ്ടുള്ള നമ്മൾ ഈ ചെറിയ ചെറിയ പെട്ടിയിലായിട്ട് വാങ്ങുമല്ലോ, ആ തൈര് നമുക്ക് യൂസ് ചെയ്യാം. അത് വളരെ നല്ലതാണ്. ഡെയിലി ബേസിൽ നമ്മൾ കുറച്ച് മോര് കുടിക്കുക. ഈ മോര് കുടിക്കുന്നത് നമുക്കൊരു ഗുഡ് പ്രോബയോട്ടിക് ഉണ്ടാവാനും നമ്മുടെ ഡൈജഷൻ നന്നാവാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഡെയിലി മോരും കൂടെ കുടിക്കുക. പിന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി നോർമലി നമ്മൾ രാവിലെ ഒരു ഷേക്ക് കുടിക്കുമ്പോൾ നമുക്ക് അതിൽ 22 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കത് മതിയാവില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് എത്ര കിലോ വെയിറ്റ് ആണോ ഉള്ളത് അത്രയും ഗ്രാം പ്രോട്ടീൻ നമുക്ക് വേണം. അതായത് ഒരാൾ ഇപ്പൊ 80 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ 80 ഗ്രാം പ്രോട്ടീൻ വേണം. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമലി രാവിലെ കഴിക്കുന്ന പ്രോട്ടീൻ കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പൊ അങ്ങനെ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടുന്നത് ഒന്ന് ദാലില് നന്നായി 2-3 ഐറ്റം ദാലുകൾ ഉണ്ടല്ലോ, മസൂർ ദാല്, മൂങ് ദാല്, അങ്ങനെ. അപ്പൊ ദാലിലൊക്കെ നമുക്ക് നന്നായിട്ട് പ്രോട്ടീൻ കിട്ടും. അതേപോലെ തന്നെ ഈ ദാൽ ഐറ്റംസ്, അതായത് നമ്മുടെ ഉഴുന്ന്, അതേപോലെ ചെറുപയറ്, ഈ സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് അതില് ഒന്ന് മുളപ്പിച്ചതിന് ശേഷം എടുക്കുക. കാരണം ഡയറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ നല്ല ഹൈ കാർബ് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് വെയിറ്റ് ലോസ് ആവാൻ ഹെൽപ്പ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് അതെല്ലാം മുളപ്പിച്ചതിന് ശേഷം എടുക്കുക. കുറച്ച് പ്രോട്ടീൻ അത് വിഘടിച്ചു പോവുമെങ്കിൽ പോലെ നമുക്ക് അതിന്റെ ഒരു ആകെ മൊത്തം ഉള്ള ഒരു ഗുണം കിട്ടും. കാരണം അതിൽ നന്നായിട്ട് ഫൈബർ ആ സമയത്ത് കൂടും മുളച്ച് കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെ എടുക്കുക. പിന്നെ നമ്മൾ ഓയിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ വെളിച്ചെണ്ണ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക. ഏറ്റവും നല്ലത് ഇത് രണ്ടുമാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിരുന്നു, ഞാൻ ഇതേപോലെ ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ തവിടെണ്ണ നല്ലതല്ലേ എന്ന് ചോദിച്ചു. തവിടെണ്ണ ആയാലും സൺഫ്ലവർ ഓയിൽ ആയാലും പാം ഓയിൽ ആയാലും അതെല്ലാം റിഫൈൻഡ് ഓയിലാണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോ അരിനെ കൊണ്ടുപോയി ആട്ടി കഴിഞ്ഞാൽ എണ്ണ ആവില്ലല്ലോ, അരിന്റെ മാവല്ലേ ആവുക. എന്നാൽ നമ്മൾ തേങ്ങ കൊണ്ടുപോയി ആട്ടി കഴിഞ്ഞാലോ എണ്ണയാവും. അത് നല്ല ഉണങ്ങി കഴിഞ്ഞാൽ നല്ലോണം എണ്ണ കിട്ടും, അല്ലെങ്കിൽ പോലും അതിലൊരു എണ്ണമയം കിട്ടും. അപ്പോൾ അത് ഡയറക്റ്റ് എടുക്കുന്ന സാധനമാണ്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള എണ്ണയാണ് നമുക്ക് ഏറ്റവും നല്ലത്. റിഫൈൻഡ് ആയിട്ടുള്ള സംസ്കരിച്ച് വരുന്ന രീതിയിലുള്ള ഓയിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും സാലഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഒലിവ് ഓയിൽ ഉപയോഗിക്കുക. ഇത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഉള്ളവര് സ്പൈസസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ടത് ഗാർലിക്, വെളുത്തുള്ളി എടുക്കുക, മഞ്ഞൾ, നമ്മൾ ഇപ്പോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മഞ്ഞപ്പൊടി അതിലിടുക. പിന്നെ ജിഞ്ചർ നല്ലതാണ്.
പിന്നെ മല്ലിയില. ഇത് ഇത്രയും അവർക്ക് എടുക്കാൻ പറ്റിയ നല്ല ഐറ്റംസ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു തന്നത് യൂറിക് ആസിഡ് ഉള്ളവർക്കാണ്. യൂറിക് ആസിഡ് ഇല്ലാത്തവർക്ക് കഴിക്കാട്ടോ. പക്ഷെ യൂറിക് ആസിഡ് ഉള്ളവര് ഈ സാധനങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് അവർക്ക് ആ പെയിൻ ഒക്കെ കുറച്ച് യൂറിക് ആസിഡിനെ നമുക്ക് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാ കാലവും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ കാലത്തും നമുക്ക് ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കാനും പറ്റൂലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഷേക്ക് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള 19 വൈറ്റമിൻസും ഫൈബറും പ്രോട്ടീനും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ നോർമൽ നമ്മുടെ ഫുഡിലും കൂടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ഒരു നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് മുഴുവനും ആവശ്യമുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇനി പറയാൻ പോകുന്നത് യൂറിക് ആസിഡ് ഉള്ളവർ ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഒന്ന് റെഡ് മീറ്റ്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? മട്ടൺ, ബീഫ്, ആ സാധനങ്ങളെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ ചിക്കന്റെ ആണെങ്കിൽ പോലും ലിവർ, ഓർഗൻ മീറ്റ് എന്നാണ് പറയല് ലിവറിന്. ലിവർ, അതിന്റെ കിഡ്നി, മാങ്ങ, ആ സാധനങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മളിപ്പോ മീനുകളിലാണെങ്കിൽ ഷെൽഫിഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? നമ്മുടെ ഞണ്ട്, അതേപോലെ ചെമ്മീൻ, അങ്ങനെയുള്ള സാധനങ്ങള്. പിന്നെ പിന്നെ എന്തോ ഒന്നും കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് രണ്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കേട്ടോ. യൂറിക് ആസിഡ് ഉള്ളവർ ചെമ്മീനും കഴിക്കരുത്, ഞണ്ടും കഴിക്കരുത്. നിർബന്ധമായിട്ട് അത് ഒഴിവാക്കുക. ഷെൽഫിഷ്, അതേപോലെ കക്ക ഒഴിവാക്കുക. പിന്നെ കല്ലുമ്മക്കായ, ആ സാധനങ്ങൾ, ഇത് നാലും ഒഴിവാക്കുക കേട്ടോ. പിന്നെ നോർമലി നിങ്ങളോട് എല്ലാവരോടും പറയുന്ന കാര്യമാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ആ സാധനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പഞ്ചസാര ഒഴിവാക്കുക. ഇത് നമ്മൾ ഇതൊന്നും അല്ലെങ്കിൽ പോലും, ഒരു രോഗം ഇല്ലെങ്കിൽ പോലും സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതേപോലെ തന്നെ ഷുഗർ ആഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, മാക്സിമം എനർജി ഡ്രിങ്ക്സ് എല്ലാം ഒഴിവാക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞതൊക്കെ മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇനി നമുക്ക് നമ്മൾ എപ്പോഴും കേൾക്കണ ഒരു പ്രോബ്ലം ആണ്, ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളതാണ് ഡയബറ്റീസ്. അപ്പൊ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഒരുവിധം എല്ലാ സാധനവും അറിയായിരിക്കും. എന്നാലും ഡയബറ്റീസ് ഉള്ളവർ കഴിക്കേണ്ട 1-2 ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഡയബറ്റിക് ഉള്ള ഒരാളാണെങ്കിൽ വെജിറ്റബിൾ, ബ്രൊക്കോളി വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ബോട്ടിൽ ഗാർഡ് എന്ന് പറയും, എന്താണ് അതിന്റെ മലയാളത്തിലുള്ള പേര്? ഇത്ര നീളമുള്ള ഒരു പച്ച സാധനം ഉണ്ടല്ലോ, എനിക്ക് അതിന്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കൂട്ടോ. അത്, കാബേജ്, കോളിഫ്ലവർ, ഇത് ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ്. പിന്നെ സ്പിഞ്ച്, ഇലവർഗ്ഗങ്ങൾ, അത് നല്ലതാണ്. പിന്നെ അരി നോർമലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രൗൺ റൈസ് ആണ് ഏറ്റവും നല്ലത്. ബ്രൗൺ റൈസ് കഴിക്കാം. ബ്രൗൺ റൈസിലാവുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഫൈബർ കിട്ടും. പിന്നെ ഓട്സ് കഴിക്കാം. ഓട്സിൽ നന്നായിട്ട് ഫൈബർ കിട്ടും. അതുപോലെ തന്നെ ഓട്സ് ഒരു ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡാണ്. പിന്നെ ക്യൂന സീഡ്, അത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഒരു കുഞ്ഞ് സീഡാണ് കേട്ടോ. നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ക്യൂന വളരെ നല്ല സാധനമാണ്. അത് നല്ല ഹൈ ഫൈബറും ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഡൈജഷൻ ആവും. ലോ ഗ്ലൈസമിക്കും ആണ്. അതുപോലെ തന്നെ ഒറിജിനൽ ഗോതമ്പ്, അതായത് ഈ പുറത്ത് പോളിഷ് ഒക്കെ ചെയ്ത് കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പല്ല. അതല്ലാണ്ട് ഒരു വൃത്തിയും മെനയില്ലാത്ത ഗോതമ്പുണ്ടല്ലോ, വെറും ജസ്റ്റ് തോല് പൊളിച്ചിട്ട് വരുന്ന ഗോതമ്പ്, ആ ഗോതമ്പ് അത് നല്ലതാണ്. പിന്നെ മില്ലറ്റ്സ്, റാഗി, ബജ്ര പോലുള്ള മില്ലറ്റ്സുകൾ എടുക്കാം. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കുന്നത് മാറ്റിയിട്ട് അതിന് പകരം ഒരു ദിവസം അരിന്റെ ആക്കുക, ഒരു ദിവസം ഓട്സിന്റെ ഉപ്പുമാവ് ആക്കുക, ഒരു ദിവസം ക്യൂനയുടെ ഒരു ഉപ്പുമാവോ കഞ്ഞി പോലെ ആക്കുക, ഒരു ദിവസം ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും പലഹാരം ആക്കുക, ഒരു ദിവസം മില്ലറ്റ്സ് കൊണ്ടുള്ളതാക്കുക. അപ്പൊ ഓരോ ദിവസവും വേറെ 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 ഭക്ഷണങ്ങളാവുകയും ചെയ്യും. നമുക്കൊരു ബാലൻസ്ഡ് ആവും. നമ്മൾ എല്ലാ ദിവസവും ഒരേ സാധനം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഗുണമൊന്നുമല്ല. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ചില വൈറ്റമിൻസ് മാത്രമേ നമ്മുടെ ബോഡിയിൽ കിട്ടുള്ളൂ. നമുക്കത് പോരല്ലോ. നമുക്ക് മിക്സഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഭക്ഷണത്തിൽ നമ്മൾ അതേപോലെ തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഈ പയറുവർഗ്ഗങ്ങളിലാണെങ്കിൽ നമ്മുടെ സാധാരണ കടലയുണ്ടല്ലോ, കറുത്ത കടല, അത് വളരെ നല്ലതാണ്. വെള്ളക്കടല വല്ലാണ്ട് എടുക്കണ്ട കേട്ടോ. ഈ പ്രശ്നമുള്ളവര്, ഷുഗർ ഉള്ളവര് കറുത്ത കടല എടുക്കുക. പിന്നെ കിഡ്നി ബീൻ എന്ന് പറയും, രാജ്മ, കുറച്ച് വലിപ്പമുള്ളതാണ്, ഒരു ബ്രൗൺ കളറാണ്. പക്ഷെ നല്ല സ്ട്രോങ് ആണ്, നല്ല കട്ടിയാണ്. നന്നായിട്ട് വേവിക്കണം, നന്നായിട്ട് കുതിർത്ത് നന്നായിട്ട് വേവിക്കണം. അപ്പൊ ആ പയറ് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ബോഡിയിൽ ഒരു പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് ബോയിൽഡ് എഗ്, അത് ദിവസവും കഴിക്കുക. അതിപ്പോ നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. കാരണം നമുക്ക് രാവിലെ കിട്ടുന്നത് ഒരു 20 ഗ്രാം പ്രോട്ടീൻ, 20-22 ഗ്രാം പ്രോട്ടീനെ നമ്മുടെ ബോഡിയിൽ കിട്ടുന്നുള്ളൂ. ബാലൻസ് പ്രോട്ടീൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം. അപ്പൊ ബോയിൽഡ് എഗ് നോർമലി ഒരാളിന് 3 എഗ് വരെ കഴിക്കാൻ പറ്റും.
3 ഫുൾ എഗ് കഴിക്കാം. അതിൽ കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോ ഒഴിവാക്കിയിട്ട് വൈറ്റ് മാത്രം കഴിക്കുക. ഈ 3 ഫുൾ എഗ് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ നമുക്ക് കുറച്ച് കൊളാജൻ ഒക്കെ കിട്ടും. അപ്പൊ സ്കിന്നൊക്കെ നന്നാവുകയും ചെയ്യും. നമുക്ക് കൊളാജനൊക്കെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് 3 എഗ് കഴിക്കുക. പിന്നെ അതേപോലെ തന്നെ പനീർ. പനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സാധാരണ പശുപാലിൽ ഉണ്ടാക്കുന്ന പനീർ അല്ല, ലോ ഫാറ്റ് മിൽക്കിൽ ഉണ്ടാക്കുന്ന പനീർ യൂസ് ചെയ്യാം. ടോഫു പനീർ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഇറച്ചിക്ക് വെള്ള കളറുള്ള മീനുണ്ടല്ലോ, അതായത് സൂത പോലത്തെ മീനല്ല, സൂത അല്ലാണ്ടുള്ള സാധാരണ നോർമൽ ആയിട്ടുള്ള മീനുകൾ, അങ്ങനെയുള്ള മീനുകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ചിക്കൻ ഉപയോഗിക്കാം. ചിക്കന് ഫ്രൈ ചെയ്യരുത് ഒരിക്കലും, വേണമെന്നുണ്ടെങ്കിൽ ഗ്രിൽഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഉള്ള പോലെ കറി വെച്ചിട്ട് കഴിക്കാം. അപ്പൊ കറി വെക്കുമ്പോഴും ഓവറായിട്ട് ചുവന്ന മുളകൊക്കെ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. കാരണം നമ്മുടെ ബ്ലഡിന് കുറച്ചുകൂടെ ഇതാവും, ഡൈല്യൂട്ട് ചെയ്യും. അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മൾ എരിവൊക്കെ കുറച്ച് കഴിക്കുന്നതിന് നമ്മുടെ ശരീരത്തിന് നല്ലത്. ഞാൻ നല്ല സ്പൈസിയുടെ ആളായിരുന്നു, നല്ല എരിവ് കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് നല്ലതല്ലാന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം ഒഴിവാക്കുക, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ്, ഒന്ന് ഗ്രീൻ ആപ്പിൾ. നോർമൽ ആപ്പിളിൽ കുറച്ച് ഷുഗർ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് ഗ്രീൻ ആപ്പിൾ കഴിക്കുക. അതേപോലെ പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ പോലുള്ള വേറൊരു പഴമുണ്ട്, ഒരു പച്ച കളറിലുള്ളത്, അത് കഴിക്കാം. ഓറഞ്ച് കഴിക്കാം, പേരയ്ക്ക കഴിക്കാം. അധികം പഴുക്കാത്ത പപ്പായയും കഴിക്കാം. അതായത് ഇങ്ങനെ കടിക്കുമ്പോൾ ടക്ക് ടക്ക് എന്ന് ഒച്ച കേൾക്കണ ഒരു പാകം ഉണ്ടല്ലോ, പഴുത്തോന്ന് ചോദിച്ചാൽ പഴുത്തിട്ടില്ല, പഴുത്തില്ലെന്ന് ചോദിച്ചാൽ പഴുത്തു എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള പാകത്തിലുള്ള ഫ്രൂട്ട്സും കഴിക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ നട്ട്സ് ഒക്കെ കഴിക്കാം. കാരണം നോർമലി ഈ ഷുഗർ ഉള്ളവർക്ക് അവരുടെ ഞരമ്പുകൾക്കൊക്കെ ബലം കുറഞ്ഞിട്ടുണ്ടാവും, മസിൽസ് ഒക്കെ ലോസ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ച് നട്ട്സ് ഒക്കെ കഴിക്കാം. അതിൽ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ നമ്മുടെ പിസ്ത, ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതിന് പകരം ഒരു 4-5 ആൽമണ്ട്, ബദാം കഴിക്കാം. ഒരു ദിവസം ഒരു 4-5 കഴിച്ചാൽ മതി, അതിനപ്പുറം കഴിക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ വാൾനട്ട് ഒരു 3-4 എണ്ണം കഴിക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചിയാ സീഡ് കഴിക്കാം, ഫ്ലാക്സ് സീഡ് കഴിക്കാം. ഇതെല്ലാം കുതിർത്തതിന് ശേഷം കഴിക്കുക. ചിയാ സീഡും ഫ്ലാക്സ് സീഡും ആൽമണ്ടും എല്ലാം കുതിർത്തതിന് ശേഷം കഴിക്കുക. ഇനി ആൽമണ്ടും വാൾനട്ടും എല്ലാം കൂടെ തേനിലിട്ടതുണ്ട്. ഇത് ആൽമണ്ട് നല്ലതാന്ന് പറഞ്ഞിട്ട് തേനിലിട്ടതൊന്നും എടുത്ത് കഴിക്കരുത്. കാരണം അതിലൊക്കെ ഹൈ കലോറിയാണ്, ഹൈ കാർബും ഉണ്ട്. അതേപോലെ നല്ല ഷുഗർ കണ്ടന്റും ആണ് തേനിൽ. അതുകൊണ്ട് തേൻ എടുക്കേണ്ട. അതല്ലാണ്ട് നോർമലി കുതിർത്തതിന് ശേഷം നമുക്ക് കഴിക്കാം. ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ആൽമണ്ട് ഒക്കെ കുതിർത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിന്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, കാണാനും ഭംഗിയാണ്, കഴിക്കാനും രസമാണ്. അപ്പൊ അങ്ങനെ കഴിക്കാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ തൈര് ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മോര് ഉപയോഗിക്കുക. അപ്പോ പാലിനെ നമ്മളിപ്പോ ഷേക്ക് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്കിംഡ് മിൽക്ക് യൂസ് ചെയ്യണ്ടല്ലോ അല്ലെ. അപ്പൊ അതുപോലുള്ള പാല് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ പഞ്ചസാര ഒരിക്കലും ഉപയോഗിക്കരുത്. പഞ്ചസാര, അതേപോലെ തന്നെ ശർക്കര, പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, കരിപ്പട്ടി, അതിന് വേറെ എന്തോ ഒരു പേരും കൂടെ ഉണ്ട്. ആ സാധനങ്ങൾ 3ഉം ഒഴിവാക്കുക. കാരണം അതിലൊക്കെ നല്ല ഷുഗർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു മധുരം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റീവിയ വാങ്ങി വെക്കുക, എന്നിട്ട് സ്റ്റീവിയ യൂസ് ചെയ്യുക, കുഴപ്പമില്ല. പിന്നെ അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉലുവ ഇട്ട വെള്ളം തിളപ്പിച്ചിട്ട് ഷുഗർ ഉള്ളവർക്ക് കുടിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഉലുവ ഇട്ട വെള്ളം കുടിക്കാനൊന്നും നിൽക്കണ്ട. ഉലുവ ഇട്ട വെള്ളം ഒരു ദിവസം കുടിക്കാം. പിന്നെ നമ്മുടെ പട്ട ഇട്ട വെള്ളം കുടിക്കാം. ജസ്റ്റ് മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളവും കുടിക്കാം. അപ്പോൾ ഇതെല്ലാം കുടിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഏത് സമയത്ത് കുടിക്കുന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കൊന്ന് പച്ചവെള്ളം വേണ്ട, ഒന്ന് വെള്ളം മാറി കുടിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. പിന്നെ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ടെർമറിക് നല്ലതാണ്. പക്ഷെ അതിനേക്കാളും നല്ലതാണ് നമ്മുടെ സ്ലീപ്പ് എൻഹാൻസ്. അപ്പൊ അതിന്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്ലീപ്പ് എൻഹാൻസ് കുടിക്കുക. സ്ലീപ്പ് എൻഹാൻസ് കുടിക്കാൻ പോകുമ്പോൾ നമുക്ക് ടെർമറിക് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിൽ നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ സ്ട്രെസ് കുറയാനുള്ള ഹോർമോണുകളും, അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ് കൂടാനുള്ള ഡോപ്പമിൻ ഹോർമോൺ കൂടാനുള്ള അതെല്ലാം നമുക്ക് ആ കുങ്കുമപ്പൂവിലും ഹിബിസ്കസിന്റെ എക്സ്ട്രാക്റ്റിലുമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്കത് വളരെ നല്ലതാണ്. സെക്കൻഡ് വൺ, നമുക്ക് ഇനി അവോയ്ഡ് ചെയ്യേണ്ട, ഷുഗർ ഉള്ള പേഷ്യൻസ് അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡിനെ കുറിച്ച് പറഞ്ഞുതരാം. ഷുഗർ ഉള്ളവരെ നിർബന്ധമായിട്ടും വൈറ്റ് റൈസ് കഴിക്കുന്നത് ഒഴിവാക്കുക, വെള്ള അരി. അതുപോലെ തന്നെ മൈദയുടെ സാധനങ്ങൾ, മൈദ ചേർന്നിട്ട് വരുന്ന സാധനങ്ങൾ, അതായത് നോർമൽ ബ്രെഡ്, ബിസ്ക്കറ്റ്, പാസ്ത, ഇങ്ങനെയുള്ള, ചിലർക്കൊക്കെ പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. വൈറ്റ് റൈസും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒട്ടും നല്ലതല്ല ഷുഗർ ഉള്ളവരെ സംബന്ധിച്ചിട്ട്. പിന്നെ നമ്മൾ ഷുഗർ ചേർന്നിട്ട് വരുന്ന സാധാരണ ഐറ്റംസ് ഉണ്ടല്ലോ, ബേക്കറി ഐറ്റംസ്, സ്വീറ്റ്സ്, കാൻഡിൽസ്, ഡെസേർട്സ്, പിന്നെ പഞ്ചസാര ചേർത്തുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കുക. കാരണം ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ 1% പോലും ഗുണം ചെയ്യാത്ത സാധനങ്ങളാണ്. എന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില ഫ്രൂട്ട്സുകളുണ്ട്, കഴിക്കാൻ പറ്റാത്ത ചില ഫ്രൂട്ട്സുകളുണ്ട്. അതായത് കുറച്ച് നല്ല പഴുത്ത് തുടങ്ങിയിട്ടുള്ള പഴം, അതിൽ നല്ല ഹൈ അത് കഴിക്കരുത്. അതുപോലെ തന്നെ കറുത്ത മുന്തിരിങ്ങ കഴിക്കരുത്.
ചക്ക, നല്ല പഴുത്ത ചക്കപ്പഴം കഴിക്കരുത്, മാംഗോ കഴിക്കരുത്, ചിക്കു കഴിക്കരുത്. ഇതിലെല്ലാം നല്ല ഹൈ ഷുഗർ ആണ്, ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസ് ഈ സാധനങ്ങൾ ഇത്രയും ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ചിപ്സ്. നല്ല ചിപ്സ് ഇങ്ങനെ ചൂടായിട്ട് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുമ്പോൾ വരുന്ന ഒരു മണവും അത് കഴിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ അത് കഴിക്കണ്ട. അതേപോലെ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ ബ്രോസ്റ്റ് പോലുള്ള ചിക്കനൊക്കെ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റംസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അപ്പൊ ചിക്കൻ പൊരിച്ചത് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം മസാല പുരട്ടി നന്നായിട്ട് അങ്ങോട്ട് അടച്ചു വെച്ച് വേവിക്കുക. അപ്പൊ അതിന്റെ തന്നെ വെള്ളം വീണ വേവും നന്നായിട്ട് വെന്തതിന് ശേഷം ലാസ്റ്റ് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുഴപ്പമില്ല, ഏകദേശം പൊരിച്ചത് പോലുള്ളൊരു ടേസ്റ്റും കിട്ടും. പിന്നെ നമുക്ക് മധുരത്തിന് വേണമെങ്കിൽ ഇടയ്ക്ക് നമുക്ക് യോഗട്ട് കഴിക്കാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട് യോഗട്ടൊക്കെ കഴിക്കാം, അത് വലിയ കുഴപ്പമില്ല. പക്ഷെ ഓവറായിട്ട് ഭയങ്കരമായിട്ട് ഫ്ലേവർ ചേർത്ത യോഗട്ട് ഉണ്ട്, അത് എടുക്കരുത് കേട്ടോ. ചെറുതായിട്ടുള്ള ഫ്ലേവർഡ് യോഗട്ട് ആണെങ്കിൽ കഴിക്കാം, അല്ലാത്തത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നൂഡിൽസ് ഐറ്റംസ് എല്ലാം ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ് ടൊമാറ്റോ സോസ് ഇല്ലേ? അപ്പൊ സോസ് ഒന്നും കഴിക്കരുത്, കാരണം അതിലെല്ലാം നന്നായിട്ട് ഹൈ ഷുഗർ. ഇപ്പൊ 1 കിലോ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ 2 ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അത്രയും ഷുഗർ അതിൽ കയറുന്നുണ്ട്. നമുക്കത് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിചാരം ടൊമാറ്റോ അല്ലേ, ടൊമാറ്റോനെ അങ്ങനെ കാച്ചിയെടുക്കുന്നതാണ് നല്ല, അതിൽ നന്നായിട്ട് ഷുഗർ ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക. പിന്നെ അച്ചാർ ഐറ്റംസ്, അതിലെല്ലാം നന്നായിട്ട് ഒന്നുകിൽ ഭയങ്കര ഉപ്പായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ചേർത്തിട്ട് വരുന്നതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള സുറുക്ക ചേർത്തിട്ട് വരുന്നതാവും. അപ്പൊ അതിനല്ലാണ്ട് നമുക്ക് വീട്ടിൽ നോർമലായിട്ട് ഉപ്പിലിട്ടിട്ട് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള കെച്ചപ്പ്, പിക്കിൾസ്, സോസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നോർമലി നമ്മൾ കഴിക്കുന്ന ഷുഗർ കണ്ടന്റ് ഉള്ള എന്ത് സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് ഫാറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്ത് ബോഡിയിൽ അവിടെ ഡെപ്പോസിറ്റ് ആവും. നമ്മൾ മറ്റേ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് പാത്ത് വെക്കൂലേ, കുറച്ചു കാലം കഴിഞ്ഞ് വില കൂടുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ നല്ല ലാഭമായി. ഞാൻ 35,000 വാങ്ങിയ സ്വർണ്ണത്തിനൊക്കെ ഇപ്പൊ 70,000 വിലയായില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മൾ പാത്ത് വെക്കണ ഫാറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് അതിനേക്കാൾ വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ മറ്റേ പരസ്യത്തിലൊക്കെ കേൾക്കാറില്ലേ, നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. അതേപോലെ നിങ്ങൾ ഓരോ ദിവസവും ഇപ്പൊ വലിയ വില കൊടുത്തിട്ടല്ലേ രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഫാറ്റ് നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് സേവ് ചെയ്ത് വെക്കണം. ഇനി ഞാൻ തൈറോയിഡിനെ കുറിച്ചും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. തൈറോയിഡ് ഉള്ളവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരിക്കലും വൈറ്റ് സോൾട്ട് യൂസ് ചെയ്യരുത്. നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും വീട്ടില് വൈറ്റ് സാൾട്ട് ആയിരിക്കും, സാധാരണ അയഡിൻ ചേർത്ത ഉപ്പ് ഇല്ലേ? അയഡിൻ ചേർക്കാത്ത ഉപ്പ് ആരുടെയൊക്കെ വീട്ടിലുണ്ട്? ബാക്കിയുള്ളവരുടെ വീട്ടിലില്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം കേട്ടോളിട്ടോ, തൈറോയിഡ് ഉള്ളവർ മാത്രമൊന്നുമല്ല, എല്ലാരും നിങ്ങൾ ഇതിൽ മാത്രം ലാഭം നോക്കരുത്. കാരണം നമ്മൾ 1 കിലോ അരി വാങ്ങുന്നത് 50 രൂപ, 1 കിലോ മീൻ വാങ്ങണത് 200 രൂപ, 250, ചിക്കൻ 250 രൂപയാണ് കിലോയ്ക്ക്. അതേപോലെ തന്നെ ഇനി മട്ടൺ ആണോ ബീഫാണോ വാങ്ങണേന്ന് അറിയില്ല, എന്തിനായാലും ഇതിനെല്ലാം വിലയുണ്ട്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങുന്നത്, ഇപ്പൊ 1 കിലോ ചിക്കൻ വാങ്ങിയാലും 1 കിലോ മട്ടൺ വാങ്ങിയാലും ബീഫ് വാങ്ങിയാലും അരി വാങ്ങിയാലും, ഇനി ഇതൊന്നും കേക്ക് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും ഇതെല്ലാം നമുക്ക് 100-500 രൂപ ചെലവ് വരും. ഏറ്റവും കുറഞ്ഞത് 200 രൂപ, അരി ആണെങ്കിൽ 50 രൂപ. ഈ സാധനം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീരൂലേ? നമ്മുടെ വീട്ടിൽ ഒരു 10 പേരോ 5 പേരോ ഒക്കെ ഉണ്ടെങ്കിൽ 1 കിലോ അരി വെച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തീരും. ഇനിയിപ്പോ നമ്മളെ വീട്ടിൽ 2 പേരേ ഉള്ളെങ്കിലും 1 കിലോ ചിക്കൻ വെച്ച് നമ്മൾ അന്തസ്സായിട്ട് തിന്ന് തീർക്കും. ബീഫ് ആണെങ്കിൽ പിന്നെ പറയണ്ട, അടുക്കളയിൽ നിന്ന് നമ്മൾ മാറൂല ഇല്ലേ? അപ്പൊ ഇതെല്ലാം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് 1 കിലോ ഉപ്പ് 150 രൂപ കൊടുത്ത് വാങ്ങിക്കൂടാ? 1 കിലോ ഉപ്പ് ഒരാളും ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ 4 ആഴ്ച കൊണ്ടോ തിന്ന് തീർക്കൂല. എന്തായാലും 1 കിലോ ഉപ്പ് ഒരു മാസത്തേക്ക്, അത്യാവശ്യം ആൾക്കാരുള്ള വീടാണെങ്കിൽ പോലും ഒരു 4 ആഴ്ചത്തേക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ലോക്കൽ ഒരു കാര്യത്തിൽ മാത്രം ദാരിദ്ര്യം നോക്കരുത്. 10 രൂപയുടെ ഉപ്പ് നിങ്ങൾ വാങ്ങാൻ നിൽക്കരുത്. കാരണം അത് സംസ്കരിച്ച് വരുന്ന ഒരു സാധനമാണ്. അതിൽ അയഡിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്ത് വരുന്നതാണ്. അത് ആഡ് ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ കണ്ടന്റ് അതിലോട്ട് ചേർത്ത് വരുന്നതാണ്. അതല്ല നമ്മുടെ ശരീരത്തിന് വേണ്ടത്. നമുക്ക് അയഡിൻ ആവശ്യമാണ്, പക്ഷെ ഈ രീതിയിൽ കൃത്രിമമായിട്ട് ചേർന്ന് വരുന്ന ഒരു അയഡിൻ അല്ല നമുക്ക് ആവശ്യം നമ്മുടെ ശരീരത്തില്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടില് ഉപ്പ് മാറ്റുക. മറ്റേ നിങ്ങൾ പഴയ ഉപ്പിനെ എടുത്ത് ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് വലിച്ചെറിയുക. എന്നിട്ട് നിങ്ങളൊരു പിങ്ക് സാൾട്ട് വാങ്ങി വെക്കുക. പിങ്ക് സാൾട്ട് എന്ന് പറയും, റോക്ക് സാൾട്ട് എന്ന് പറയും, ഇന്ദുപ്പ് എന്ന് പറയും.
ഈ സാധനങ്ങളെല്ലാം നല്ലതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ആയുർവേദ കടയിൽ കല്ല് പോലെ കിട്ടുള്ളൂ. അത് വീട്ടിൽ കൊണ്ടുവന്ന് കുത്തി പൊട്ടിച്ചിട്ടൊക്കെ എടുക്കണമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് നല്ല പൊടിയായിട്ടുള്ള ആ ഉപ്പ് തന്നെ കിട്ടും. വളരെ നല്ലതാണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മള് പിങ്ക് സാൾട്ട് യൂസ് ചെയ്യുക. നോർമൽ ഉപ്പ് നിങ്ങളെല്ലാവരും ഉപേക്ഷിക്കുക കേട്ടോ. ഒരിക്കലും നമ്മളത് കഴിക്കരുത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിട്ട് നമ്മുടെ മക്കൾക്കും, നമ്മുടെ കെട്ടിയവനും, നമ്മുടെ ഉമ്മാക്കും, നമ്മുടെ ഉപ്പാക്കും